വിശുദ്ധ ഖുർആനിലെ സൂറത്തു ശുഅറായിൽ നല്ല മനസ്സുള്ള ആളുകൾ അവരാണ് പരലോകത്ത് രക്ഷപ്പെടുന്നവർ. യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ, സ്വത്തും സന്താനങ്ങളും പ്രയോജനം ചെയ്യാത്ത ഒരു ദിവസം. ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ് തൻ്റെ സമ്പത്തും സന്താനങ്ങളുമെല്ലാം. എനിക്ക് എന്തെങ്കിലും ഒരു ശാരീരികമോ മാനസികമോ ആയ എന്തെങ്കിലും ഒരു വിപത്ത്, ഒരു ബുദ്ധിമുട്ട്, സാമ്പത്തിക പ്രയാസമാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമാകാം, എന്നെ ചികിത്സിക്കാനുള്ള സമ്പത്തൊക്കെ എൻ്റെ കയ്യിൽ ഭൂമിയായി, കെട്ടിടമായി, പൈസയായി, ഡോളറായി, ദീനാറായി, ദിർഹമായി എൻ്റെ കയ്യിലുണ്ട്. അതിന് പ്രാപ്തരായ മക്കളെ ഞാൻ വളർത്തിയെടുത്തിട്ടുണ്ട് എന്ന ഒരു ആശ്വാസം, അത് ദുനിയാവിൽ ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ആശ്വാസം തന്നെയാണ്. എന്നാൽ അതൊന്നും ഉപകാരം ചെയ്യാത്ത ഒരു ദിവസം വരാനിരിക്കുന്നുണ്ട്. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണം. സ്വത്തും സന്താനങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾക്കും ഏത് സാമ്പത്തിക നിലവാരത്തിലും സാമൂഹിക നിലവാരത്തിലും ജീവിക്കുന്ന ആളുകൾക്കും എത്തിപ്പിടിക്കാൻ കഴിയുന്ന ഒരു വിജയമാണ്, സൗഭാഗ്യമാണ് അള്ളാഹു പരലോകത്ത് മാനദണ്ഡമായി നിശ്ചയിച്ചിട്ടുള്ളതില്ലേ. പരലോക വിജയം എന്നുള്ളത് അതെല്ലാവർക്കും കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റിയ ഒരു ലക്ഷ്യമായിട്ടാണ് അള്ളാഹു സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ദുനിയാവിൽ ഇത്തരത്തിലുള്ള നമ്മുടെ ആശ്വാസങ്ങളിൽ ഒന്നും ഉപകാരപ്പെടാത്ത ഒരു പരലോകം, അത് ഇടയ്ക്കിടയ്ക്ക് അള്ളാഹു കൃത്യമായി നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, സ്വത്തോ സമ്പത്തോ സന്താനങ്ങളോ ഉപകാരം ചെയ്യാത്ത ഒരു ദിവസം. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, ഒരു സലീമായ ഹൃദയവുമായി വരുന്ന ആളുകൾ ഒഴികെ. എന്താണ് സലീമായ ഹൃദയം? രക്ഷപ്പെട്ട ഹൃദയം, അല്ലെങ്കിൽ കുറ്റമറ്റ ഹൃദയം, നല്ലൊരു മനസ്സ് അല്ലേ. മുഫസ്സിറുകൾ എഴുതുക സ്വാഹിബുൽ ഖൽബി സലീം ഹുവ ദാലികല്ലദീ സല്ലമ ഖൽബഹു വസദ്റുഹു മിനശ്ശിർകി വന്നിഫാഖി വമിനൽ ഹിഖ്ദി വൽ ഹസദി വസയ്യിഇൽ ആഫാതി വൽ കിബ്രി വൽ ഉലുവി അലൽ ഖൽഖ്. പലതരത്തിലുള്ള വിശദീകരണങ്ങളും അതിന് കാണാൻ പറ്റും. എന്താണ് ഈ സലീമായ ഹൃദയം? ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ കൈവരിക്കേണ്ട ഒരു കുറ്റമറ്റ ഹൃദയം എന്ന് പറയുമ്പം ഹൃദയത്തിൻ്റെ അസുഖങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട ഒരു സുരക്ഷിതമായ ഹൃദയം. എന്താണത്? അത് ഷിർക്കിൽ നിന്ന് രക്ഷപ്പെടലാണ്. നിഫാഖിൽ നിന്ന് രക്ഷപ്പെടണം. അതേപോലെ തന്നെ മനസ്സിനുണ്ടാകുന്ന അസുഖങ്ങൾ, അസൂയ, വൈരാഗ്യം, ദേഷ്യം, ഇത്തരത്തിൽ മറ്റുള്ളവരോട് പൊങ്ങച്ചം, കിബിർ നടിക്കുക, ആളുകൾ പുകഴ്ത്തി പറയുന്നത് ഇഷ്ടപ്പെടുക, പ്രസിദ്ധി കിട്ടാൻ വേണ്ടിയിട്ട്, നാട്ടിൽ നല്ല പ്രസിദ്ധിയുള്ള ആളാകാൻ, അങ്ങനെ പൊങ്ങച്ചം, ഇത്തരത്തിൽ നമ്മുടെ ഹൃദയത്തെ മലിനമാക്കുന്ന, മറ്റുള്ളവർ കയ്യിലുള്ളത് ലഭിക്കണമെന്നുള്ള ആഗ്രഹം അല്ലേ, അതിന് നല്ല അസൂയ ഉണ്ടാകുക. അപ്പോൾ നമുക്കില്ല, ഓൻ്റെ അടുത്തുണ്ട്, അപ്പോൾ ഓനോട് ഒരിടങ്ങേറ്, കാണുമ്പോൾ ഓനോടൊരിടങ്ങേറ്. ഇതൊക്കെയാണ് ഇതിൻ്റെ അടിസ്ഥാനങ്ങൾ. അപ്പോൾ അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട ഒരു ഹൃദയം അതുള്ള ആളുകളാണ് നാളെ പരലോകത്ത് വിജയിക്കുക. അപ്പോൾ അത് നേടാൻ വേണ്ടിയിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കേണ്ടതുണ്ട്, പ്രാർത്ഥിക്കേണ്ടതുണ്ട് എന്നാണ് നമുക്ക് പ്രവാചക ചരിത്രത്തിൽ നിന്നും സഹാബികളുടെ ജീവിതത്തിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ നബിൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ സഹാബത്ത് ഇരിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഇപ്പോൾ ഇവിടെ ഒരാൾ വരും, അയാൾ സ്വർഗത്തിൻ്റെ ആളാണ്, അയാൾ സ്വർഗാവകാശികളിൽപ്പെട്ട ഒരാളാണ്. അപ്പോൾ ഒരാൾ ഇങ്ങനെ കയറി വന്നു, നല്ല ഒതുവൊക്കെ എടുത്ത്, താടിയൊക്കെ നല്ല നനവുണ്ട്, ഒതുടുത്ത് ഫ്രഷ് ആയിട്ടാണ് വരുമ്പോഴല്ലേ താടിമലക്ക ഒതുവിൻ്റെ വെള്ളമൊക്കെ ഇങ്ങനെ പറ്റി, ഇടത് കയ്യിൽ ചെരുപ്പ് ഇങ്ങനെ പിടിച്ചിട്ട് ഒരാൾ പള്ളീൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറി വരുന്നുണ്ട്. അൻസ്വാരിയാണ്, കാരണം അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും മുഹാജിറാണ് ആരാണ്, അൻസാരി ആരാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ആളെ നോക്കി, എല്ലാവരും ഇങ്ങനെ നോക്കി. പിറ്റേന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എന്താ ഇപ്പോൾ സ്വർഗത്തിൻ്റെ ഒരാൾ ഇപ്പോൾ ഇവിടെ വരുന്ന. അപ്പോൾ വീണ്ടും അയാൾ തന്നെ അതേപോലെ പിറ്റേന്ന് വീണ്ടും അയാൾ വന്നു.
അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോയപ്പം അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം അയാളെ പിന്തുടർന്നു. 2 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിൽപ്പെട്ട ഒരാളെ ഇപ്പോൾ ഇവിടെ വരുമെന്ന് പറഞ്ഞപ്പോൾ 2 ദിവസം വന്നത് അയാൾ തന്നെയാണ്. അപ്പോൾ എന്താ അപ്പോൾ ഇതിപ്പോൾ നമ്മളെ പറ്റിയൊന്നും ഇപ്പം അങ്ങനെ പറയാതെ മൂപ്പരെ പറ്റിയാണല്ലോ ഇപ്പം അങ്ങനെ പറഞ്ഞത്. എന്താ ഇപ്പം മൂപ്പരെ അടുത്തുള്ള അമല് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അയാളെ പിന്നാലെ മെല്ലെ പോയി. എന്നിട്ട് അദ്ദേഹത്തോട് പറയണേ, ഞാനും എൻ്റെ വാപ്പിയും തമ്മിൽ ചെറിയൊരു വർത്താനുണ്ടായി, അതുകൊണ്ട് 3 ദിവസം ഞാൻ മുണ്ടൂല എന്ന് പറയണ വാപ്പാനോട്. അറബികൾ അങ്ങനെയാണ്, വേഗം ശപഥം ചെയ്യുമല്ലോ. ഇത് എന്താ ശപഥം ചെയ്ത്, വാപ്പാനായിട്ട് എന്താ വർത്താനത്തിൽ ദേഷ്യം വന്നപ്പോൾ നിങ്ങളോട് ഞാൻ 3 ദിവസം മുണ്ടൂല എന്ന് അള്ളാൻ്റെ പേരിൽ സത്യം ചെയ്ത്, അപ്പം ഞാൻ മുണ്ടാൻ പറ്റില്ല 3 ദിവസം. ശപഥം ചെയ്തതുകൊണ്ട് മൂപ്പര് 3 ദിവസം ഞാൻ ഞങ്ങോട്ട് പോകണില്ല പേരേക്ക്. അപ്പം ഞങ്ങളപ്പം പോരട്ടെ എന്ന് ഇയാളോട് ചോദിക്കണേ. സ്വർഗത്തിലാണെന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, അയാളോട് പറയണേ. അതുകൊണ്ട് ഞാൻ 3 ദിവസം നിങ്ങളപ്പം ഒന്ന് വരട്ടെ, ഏതായാലും 3 ദിവസം ഞാൻ ശപഥം ചെയ്ത സ്ഥിതിക്ക് ഞങ്ങൾ പോകണില്ല. അങ്ങനെ 3 രാത്രി അദ്ദേഹം സമ്മതം കൊടുത്തു. 3 രാത്രി അദ്ദേഹത്തിൻ്റെ കൂടെ അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു കഴിച്ചു കൂട്ടണം. അങ്ങനെ രാത്രി ആയി. അപ്പം എന്താ മൂപ്പര് രാത്രി നേരം വെളുക്കോളം സ്വർഗത്ത് പോകേണ്ട ആളല്ലേ, അപ്പോൾ നേരം വെളുക്കോളം നിസ്കരിച്ചിട്ടുണ്ടാവും എന്നാണ് മൂപ്പര് വിചാരിച്ച്. ഇടക്കിടക്ക് ഇങ്ങനെ നീച്ച് നോക്കും. മൂപ്പര് നല്ല ഉറക്കമാണ്, നിസ്കാരമൊന്നുമില്ല രാത്രി. അങ്ങനെ രാവിലെ നീച്ച് മൂപ്പര് സുബഹി നിസ്കരിച്ചു, ജമാഅത്തായി നിസ്കരിച്ച്. അങ്ങനെ 3 ദിവസം തന്നെ സ്ഥിതി പ്രത്യേകിച്ചൊന്നുമില്ല. അങ്ങനെ ഉണരുമ്പോഴൊക്കെ ഒന്ന് അൽഹംദുലില്ലാ അല്ലാഹു അക്ബറൊക്കെ പറഞ്ഞ് അള്ളാഹനെ മഹത്വപ്പെടുത്തുന്നല്ലാതെ ഭയങ്കര നിസ്കാരം നോൽപ്പൊന്നുമില്ല. നമ്മൾ വിചാരിച്ചൊരു സ്വർഗത്തിൻ്റെ ഒരു ലുക്കൊന്നും അയാൾക്ക് കാണില്ല. അങ്ങനെ സുബഹിക്ക് നീച്ചു. 3 ദിവസം അങ്ങനെ തന്നെയാണ് സ്ഥിതി. അപ്പം അത്ര വലിയൊരു സ്വർഗത്ത് പോകാനുള്ള അമലൊന്നും ചെയ്യണില്ല എന്ന് അദ്ദേഹത്തിന് തോന്നിയതുകൊണ്ട് അവസാനം ചോദിച്ചു. ഇതിപ്പോൾ ചോദിക്കാതെയാണ് ഇങ്ങനെ ഫോളോ ചെയ്യണത്. ഞാനും എൻ്റെ വാപ്പിയും തമ്മിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടോണ്ടാണ് നിങ്ങളപ്പം വന്നതെന്ന് ഞാൻ പറഞ്ഞില്ല, ഞാൻ വെറുതെ പറഞ്ഞു. എനിക്ക് നിങ്ങളെ പറ്റി നബി സ്വർഗത്തിലാണെന്ന് 2 ദിവസം പറഞ്ഞു. സ്വർഗത്തിലൊരാൾ വരും എന്ന് പറഞ്ഞു, ആദ്യത്തെ ദിവസം നിങ്ങളാണ് വന്നത്. 2ാമത്തെ ദിവസം പറഞ്ഞു അപ്പോഴും നിങ്ങളാണ് വന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് എന്താണ് ഈ സ്വർഗത്ത് പോകാൻ മാത്രം ഉള്ളത്, നമ്മളെ അടുത്തില്ലാത്ത എന്താ നിങ്ങളുടെ അടുത്തുള്ളത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ കൂടെ 3 ദിവസം താമസിച്ചത്. പക്ഷെ ഞങ്ങളെ കാഴ്ചപ്പാടിൽ ഇങ്ങനെ വലിയൊരു കാര്യമൊന്നും ഇപ്പം നിങ്ങളെ പറ്റി കാണില്ല. അപ്പം അതുകൊണ്ട് എന്താണ് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ എന്താ കാരണം എന്ന് ചോദിച്ചു. പക്ഷെ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഈ കാണുന്നതൊക്കെ തന്നെയാണ് എന്നും ഞാൻ അങ്ങനെ തന്നെയാണ്. പക്ഷെ എൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ, ഞാൻ ഒരാളെയും വഞ്ചിച്ചിട്ടില്ല, ഒരാളോടും എനിക്ക് അസൂയില്ല. കാരണം എനിക്കങ്ങനെ ഒരു ആഗ്രഹമില്ല. ഒരാളെ കയ്യിൽ കാണുന്നതിന് അള്ളാഹു ഒരാൾക്ക് നൽകിയതിൻ്റെ പേരിൽ അതിനോടൊരു ആഗ്രഹം, അത് കിട്ടാനൊരു ഇഷ്ടം, പിന്നെ അതുകൊണ്ട് അയാളുടെ ഒരു അസൂയ തോന്നുക, അങ്ങനെ എൻ്റെ അടുത്തില്ല. അത് മാത്രമാണ് എനിക്ക് എൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത് കേട്ടിട്ട് അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നു ആസ് പറയണം, ഇതാണോ താങ്കളെ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ ആ സ്ഥാനത്തേക്ക് എത്തിച്ചതെങ്കിൽ അത് ശരിയാകാൻ അത് ഞങ്ങൾക്ക് വലിയ പ്രയാസമുള്ള കാര്യം. ഒരാളോട് അസൂയും വെക്കാതെ നിൽക്കാൻ പറ്റുക എന്നുള്ളത് അത് വലിയ പ്രയാസമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അത് തന്നെ ആയിരിക്കും എന്നാണ് അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നു ആസ് പറഞ്ഞത്. അപ്പോൾ ഈ ഹദീസിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൽബുൻ സലീമുൻ, ഒരു കുറ്റമറ്റ ഹൃദയം. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരാളോട് അസൂയല്ലാതെ, ഒരാളെ വഞ്ചിക്കാതെ, ഒരാളോട് അസൂയ വെക്കാതെ, പക വെക്കാതെ, ഇത്തരത്തിലുള്ള മനസ്സിൻ്റെ വൈകല്യങ്ങളിൽ നിന്ന്, അസുഖങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട ഒരു കുറ്റമറ്റ ഹൃദയമുണ്ടാകുക എന്നത് സ്വർഗത്തിൽ പോകാൻ, പരലോകത്ത് രക്ഷപ്പെടാനുള്ള വലിയൊരു മാർഗമാണ്. അതിനെ വളരെ പ്രത്യേകമായിട്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെപ്പറ്റി പറഞ്ഞത്. പരസ്പരമുള്ള സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും അടുപ്പത്തിൻ്റെയും കാര്യത്തിൽ മുഅ്മിനുകളെ സംബന്ധിച്ച് അവർ ഒരു ശരീരം പോലെയാണെന്നാണ് പറഞ്ഞത്. അല്ലേ, നമുക്ക് ഒന്ന് വേദന ഉണ്ടായാൽ, കയ്യിന് വേദന ഉണ്ടായാൽ, കാലിന് വേദന ഉണ്ടായാലൊക്കെ നമുക്ക് ഉറക്കമുണ്ടാവില്ല, അല്ലെങ്കിൽ പ്രയാസം ഉണ്ടാവും. ഒരവയവത്തിന് അസുഖം ബാധിച്ചാൽ ശരീരം മുഴുവൻ ഉറക്കമിളച്ചിരിക്കും. അതുപോലെ അതിൽ പ്രയാസപ്പെടും, അതിൽ പരസ്പരം പങ്കുചേരും. അതേപോലെയാണ് വിശ്വാസികൾ എന്നാണ്. അപ്പോൾ സഹോദരങ്ങളോട് സ്നേഹമുണ്ടായിരിക്കുക എന്നുള്ളതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്, ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. നല്ല മനസ്സോടെ ജീവിച്ച ആ സഹാബത്തിൻ്റെ മാതൃകയാണ് ഇതൊക്കെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്നാണ്, എൻ്റെ അനുചരന്മാരിൽ ഒരാളെക്കുറിച്ചും മനസ്സിൽ വെറുപ്പുളവാക്കുന്ന ഒന്നും തന്നെ എന്നിലേക്ക് എത്തിക്കരുത്. അതായത് എൻ്റെ അനുചരന്മാരെക്കുറിച്ച്, ഒരാളെക്കുറിച്ച് മറ്റൊരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് എന്ത് ചെയ്യരുത്, മോശമായ ഒരു കാര്യവും എന്നോട് പറയരുതെന്നാണ്.
കാരണം ഞാൻ സുരക്ഷിതമായ ഒരു കൽബുൻ സലീമുമായിട്ടാണ് എൻ്റെ റബ്ബിനെ കാണാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരാളെപ്പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴത്തേനും ഒരാളെപ്പറ്റി നമ്മൾ അയാൾ അങ്ങനെയാണ് അയാൾ ഇങ്ങനെയാണ് എന്ന് നമ്മളെ മനസ്സിൽ നമ്മൾ തീരുമാനിക്കാതിരിക്കുക. അങ്ങനത്തെ വാക്കുകൾക്ക് നമ്മൾ എന്ത് ചെയ്യരുത്, ഒരു മുഖവില പോലും നമ്മൾ എന്ത് ചെയ്യരുത്. ഒരാളെപ്പറ്റി നമ്മളടുത്ത് ഒരാൾ മോശമായി പറയുമ്പം എനിക്ക് കേൾക്കാൻ താല്പര്യമല്ല. അതിന് വളം വെച്ച് കൂടുതൽ പൊടിപ്പും തുങ്കലും വെച്ച് കൂടുതൽ പറയുമ്പോൾ അതിന് കൂടുതൽ എരിവും പുളിയും ചേർത്ത് നമ്മൾ കമൻറ്റ് കൊടുക്കും. അതിനേക്കാൾ പിന്നെയും അയാൾ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അത് നിരുത്സാഹപ്പെടുത്തി ഒരാളെപ്പറ്റിയും അങ്ങനത്തെ മോശമായ കാര്യങ്ങൾ കേൾക്കാതിരിക്കാനും പറയാതിരിക്കാനുമാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അങ്ങനെ ആരെങ്കിലും കണ്ടതും കേട്ടതും പറയുന്നതിൽ നിന്ന് നമ്മളെ സഹോദരങ്ങളെപ്പറ്റി നമ്മൾ മോശമായൊരു വിചാരം നമ്മളെ മനസ്സിൽ കൊണ്ട് നടക്കാതിരിക്കാന്നൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. അതേപോലെ തന്നെ പ്രാർത്ഥനകൾ അധികരിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ച പ്രാർത്ഥനകളിലൊക്കെ അത് കാണാൻ പറ്റും. വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ. വിശ്വാസികളോട് ഒരു ഈർഷ്യത വെച്ച് പുലർത്ത, ഒരു ദേഷ്യം ഇവരുടെയൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കാത്ത ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിച്ചതായി ഖുർആൻ്റെ പ്രാർത്ഥന നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ അള്ളാഹു ഒരു കൽബൻ സലീമൻ എന്ന്, ഒരു കുറ്റമറ്റ ഹൃദയം എനിക്ക് നൽകണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ പ്രാർത്ഥനകളെല്ലാം ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതൊക്കെ പ്രാർത്ഥനകളിലൂടെ പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ട ഒന്ന് തന്നെയാണ്. അതങ്ങനെ എല്ലാവരും ജനിക്കുമ്പോൾ തന്നെ ഒരു കൽബുൻ സലീമുമായിട്ട് ജനിക്കില്ല. അതൊക്കെ നമ്മൾ നിരന്തരം നമ്മുടെ ആറ്റിറ്റ്യൂഡിലൂടെ, നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ, നിരന്തരമായ പ്രാർത്ഥനകളിലൂടെ ഒരു വിശ്വാസി നേടിയെടുക്കേണ്ടതാണ് ഒരു കുറ്റമറ്റ ഹൃദയം എന്നുള്ളത്. കാരണം അതുമായി മരിച്ചു പോയാൽ നാളെ കൂടുതൽ കർമ്മങ്ങളൊന്നുമില്ലെങ്കിലും, കൂടുതൽ നിസ്കാരം നോമ്പും ഒന്നുമില്ലെങ്കിലും നാളെ പരലോകത്ത് രക്ഷപ്പെട്ടവരുടെ കൂട്ടത്തിലാകാനുള്ള ചാൻസ് കൂടുതലാണ് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. അല്ലാഹു നമ്മളെല്ലാം കൽബുൻ സലീമുൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഒരു കൽബുൻ സലീം അത് കിട്ടണമെങ്കിൽ നമ്മൾ പറഞ്ഞു മറ്റുള്ളവരുടെ പിഴവുകൾ അല്ലേ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ പറയുന്ന, അപ്പം നമ്മൾ ഇന്ന് നേരം വെളുത്താരെ നമ്മൾ സംസാരിച്ചതും നമ്മൾ കേട്ടതും കണ്ടതും, നമ്മൾ കേട്ട വോയിസ് ക്ലിപ്പാണെങ്കിലും, നമ്മൾ കണ്ട ഫേസ്ബുക്കിൽ വീഡിയോ ആണെങ്കിലും, യൂട്യൂബിൽ വീഡിയോ ആണെങ്കിലും, വാട്സപ്പിൽ വന്നതാണെങ്കിലും, വായിച്ചതാണെങ്കിലും, പത്രത്തിൽ വന്നതാണെങ്കിലും ഒക്കെ മറ്റുള്ളവരുടെ ന്യൂനതകളും കുറ്റങ്ങളും, അത് എന്നത്തെക്കാളുമേറെ ഈ സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് ഒരാൾ എവിടെയെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അതൊക്കെ അങ്ങോട്ട് ഫോർവേഡ് ചെയ്ത് അതിൻ്റെ വീഡിയോ ഇട്ട് അതിനെപ്പറ്റി ചാനൽ ചർച്ചയും വന്ന് അങ്ങനെ അതിങ്ങോട്ട് നിസ്സാരമായി ഗണിക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമ്മളെ മുമ്പിലുള്ളത്. അപ്പം അതുകൊണ്ട് ഒരാളെ ന്യൂനത നമ്മൾ മറച്ചു വെക്കുക എന്നുള്ളത് അതൊരു വിശ്വാസിയുടെ സ്വഭാവമാണ്. നമ്മളൊരാളുടെ ന്യൂനത മറച്ചു വെച്ചാൽ, അല്ലേ, ഒരാളെ നെഗറ്റീവ് നമ്മൾ കണ്ടു അല്ലെങ്കിൽ കേട്ടു, നമുക്കറിയാം, നമ്മൾ അനുഭവിച്ചു, നമ്മൾ മാക്സിമം പബ്ലിസിറ്റി കൊടുക്കുക. നീ ആരോടും പറയണ്ടാവും, ഞാൻ എനിക്ക് അജ്ജറിയാൻ വേണ്ടി പറയണം, അല്ലേ, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയണം. ഓൻ അങ്ങനെയാണ്, നീ ആരോടും പറയണ്ട. ഓന്നൊരു 10 ആളോട് അതേമാതിരി പറയും, ഞാൻ ആരോടും പറയണ്ട. അങ്ങനെ ഓനെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അങ്ങനെ തന്നെയാണ് ഇത് മനസ്സിലാക്കാൻ തന്നെ ഇത് പറഞ്ഞു കൊടുക്കല്. അല്ലാതെ അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യരുത്, അങ്ങനെ ഇപ്പം ഓനെ പറ്റി നമ്മൾ ഇങ്ങനെ 4 ആളോടും 10 ആളോടും ഓനെ മനസ്സിലാക്കി കൊടുക്കേണ്ട സഹോദരന്മാരെ. നമ്മളൊരാളുടെ നെഗറ്റീവ്, ഒരു മോശമായ വശം മറച്ചു വെച്ചാൽ നമ്മളൊരു ന്യൂനത പടച്ചോൻ പരലോകത്ത് മറച്ചു വെക്കുന്നതാണ്. കാരണം അത് ഈ നമ്മുടെ ധാർമ്മിക നിലവാരം മോശമാകും ഓരോരുത്തരും. എല്ലാവരും ഇപ്പം അങ്ങനെ അറിയണം, എല്ലാവരും ഇപ്പം അങ്ങനെയാണ് പറയല്ലോ, ഇപ്പം കാലം അങ്ങനെയാണ്. അങ്ങനെയൊന്നുമല്ല. അത് നമ്മളിങ്ങനെ പറഞ്ഞങ്ങോട്ട് തിന്മയുടെ ഗൗരവവും ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരാളുടെ ന്യൂനത അത് നമ്മളെ മക്കൾക്ക് കല്യാണം ആലോചിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ പറഞ്ഞാൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ എന്താണ് ഇങ്ങനെ പറഞ്ഞ് അത് വലിയൊരു സീക്രട്ടാക്കിയിട്ട് പിന്നെ എല്ലാവരോടും പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടാകണ്ട, അല്ലേ. ഒരു കല്യാണത്തിനൊരു പ്രശ്നമുണ്ട്, ഈ പരലോകത്താളെ കുറിച്ച് ഒരു കല്യാണാലോചന വരികയാണ്. അപ്പം നിങ്ങൾക്ക് അയാളെ പറ്റി ആ നെഗറ്റീവ് വരെങ്കിൽ അത് വേണ്ടാന്ന് പറഞ്ഞാൽ മതി. ഇതിനോട് കൂടുതൽ ചോദിക്കേണ്ടത് വേണ്ടാന്ന് പറഞ്ഞാൽ മതി. അതല്ലാതെ നോൻ്റെ നെഗറ്റീവ് അത് കല്യാണത്തിന് വിഷയം അതുകൊണ്ടാണ് ഞാൻ പറയണമെന്നൊക്കെ ഒക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നത് ഞാൻ നമ്മളെ മക്കളെ പറ്റിയാണ് നമ്മൾ ആ കാര്യം അറിയുന്നതെങ്കിൽ നമ്മളതൊരാൾ അറിയാതിരിക്കാനാണല്ലോ നമ്മൾ ആഗ്രഹിക്കുക. അങ്ങനെ തന്നെ നമ്മളെല്ലാവരും കാണും, അല്ലേ. ഇത് തൻ്റെ സഹോദരനെ പറ്റി നമ്മളൊരു നെഗറ്റീവ് കണ്ടു, കേട്ടു, അറിഞ്ഞു. അപ്പോൾ നമ്മൾ മുൻഗാമികൾ പറഞ്ഞ എന്താണ്, എത്ര കാരണങ്ങളുണ്ടോ, 70 കാരണങ്ങൾ, എത്ര പറയണ്ടേ, 70 കാരണങ്ങൾ. ആ ചെയ്യാൻ എന്തെങ്കിലും ഓൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. ഓ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല, ആ ഒരു കാരണമാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ഇനി ഒരു കാരണവും നമുക്ക് കിട്ടിയില്ല, ഓൻ ചെയ്തത് തനി തമ്മാടിത്തരാണ്, ഓൻ ചെയ്യാൻ പാടില്ല. എന്നാലും എന്തുണ്ട്, ഓ ചെയ്യാൻ മാത്രമല്ല എന്തെങ്കിലും ഒരു പ്രശ്നം അപ്പം ഉണ്ടായിട്ടുണ്ടാവും, എന്നാലും ഓൻ അങ്ങനെ ചെയ്യാത്ത ഒരാളാണ് എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്.
ആ ഒരു നിലവാരത്തിൽ കാര്യങ്ങളെ കാണാൻ, അതാണ് അത്രയും നല്ലൊരു ഹൃദയം ഉണ്ടാകുക എന്നുള്ളത് നമ്മൾ നേടിയെടുക്കേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് ഒരാളെ നെഗറ്റീവ് ഇന്നു മുതൽ, അതാണ് ഏഷണി പരദൂഷണം എന്ന് പറഞ്ഞാൽ അതാണ് ഉള്ളത് തന്നെയാണ്. ഉള്ളത് പറഞ്ഞ് പരത്തലിനാണ് പരദൂഷണം എന്ന് പറയാം. ഏഷണി എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിന് നുണയും കൂടി പറയണതിനാണ് പറയാം. നിങ്ങൾ ആലോചിച്ച് നമ്മൾ നാളെ വിചാരണയ്ക്ക് നിർത്തിയിട്ട് നമ്മളെ കർമ്മരേഖകൾ ഹാജരാക്കിയിട്ട് അതിൽ ഉള്ള നിസ്കാരം, സുന്നത്ത്, നോമ്പും, ദിക്റും, സ്വലാത്തും, സ്വതത്തിയൊക്കെ നമ്മൾ പരദൂഷണം പറഞ്ഞ ആളുകൾക്ക് നമ്മൾ അക്കൗണ്ടിൽ നിന്ന് എടുത്തു കൊടുക്കും. നമ്മൾ ചെയ്തതൊക്കെ നമുക്ക് കിട്ടാതെ പോകും. മാത്രമല്ല അതിലേറെ നമ്മൾ ചെയ്ത കർമ്മങ്ങളെക്കാൾ കൂടുതൽ നമ്മൾ പരദൂഷണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൻ്റെ പരദൂഷണം കൂടി നമ്മളെ തലയിൽ കെട്ടിവെക്കും. അങ്ങനെ നമ്മൾ വലിയ കുറേ കർമ്മങ്ങളുമായിട്ട് പരലോകത്ത് വന്ന് ഒന്നുമില്ലാതെ പാപ്പറായി പോകുന്ന ഒരവസ്ഥ നാളെ പരലോകത്ത് സംജാതമാകുന്ന മനിൽ മുഫ്ലിസ്. ആരാണ് മുഫ്ലിസ് എന്നല്ലാൻ റസൂൽ? ദീനാറും ദിർഹമും പാപ്പർ സൂട്ട് ഫയൽ ചെയ്ത ആളല്ല മുഫ്ലിസ്. ആരാണ്? പരലോകത്ത് കുറേ കർമ്മങ്ങളുമായിട്ട് വന്നിട്ട് അവസാനം ബാക്കിയുള്ളവനെ ഏഷണിയും പരദൂഷണം പറഞ്ഞതിൻ്റെ പേരിൽ ഇതൊക്കെ നഷ്ടപ്പെട്ട്, കർമ്മങ്ങളൊക്കെ നഷ്ടപ്പെട്ട് ലാസ്റ്റ് അവൻ്റെ കുറ്റങ്ങളും കൂടി നമ്മൾ പെരടിയിൽ വരുന്നൊരവസ്ഥയിലേക്ക് എത്തുന്ന ഏറ്റവും വലിയ നഷ്ടക്കാരൻ, ഏറ്റവും നമ്മൾ ഭയപ്പെടേണ്ട ഒരവസ്ഥയാണത്. അത് വരാതിരിക്കാൻ നല്ലൊരു ബോധം നമ്മൾ ദുനിയാവിൽ വെച്ചുകൊണ്ട് നമ്മുടെ വാക്കുകൾ, പ്രവൃത്തികളിൽ നമ്മൾ വോയിസ് ഇടുമ്പോൾ, നമ്മൾ ടൈപ്പ് ചെയ്ത് മെസ്സേജ് അയക്കുമ്പോൾ, നമ്മളൊരു വോയിസ് കേൾക്കുമ്പോൾ, നമ്മളൊരു വോയിസ് മെസ്സേജ് ഫോർവേഡ് ചെയ്യുമ്പോഴൊക്കെ ആ ഒരു ബോധം നമുക്കുണ്ടാകണം. നാളെ പരലോകത്തൊരു നഷ്ടമായി മാറുന്നൊരവസ്ഥ ഇതുകൊണ്ട് അതാണ്. അത് രക്ഷപ്പെടാൻ നമ്മൾ നല്ലൊരു മാനസികാവസ്ഥ കൈവരിക്കണം. അതാണ് കുറ്റമറ്റ ഹൃദയം, കൽബുൻ സലീമുൻ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, പ്രയത്നിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.